നിയമസഭാ തിരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രം നിൽക്കുമ്പോൾ കോൺഗ്രസിന് അത് അതിജീവനത്തിന്റെ കൂടി പോരാട്ടമാണ്. ഏതു വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് നൽകുക കനത്ത പ്രഹരമാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിലെത്തുവാനുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. കേരളത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ പോലും തയ്യാറാക്കിയതായാണ് ലഭിക്കുന്ന വിവരം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നീക്കം. കർണാടക മോഡലിൽ വാർ റൂം സജ്ജീകരണങ്ങളോടെയാണ് കേരളത്തിൽ കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനൊരുങ്ങുന്നത്. അതുപോലെ ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നത്. കാലാകാലങ്ങളായി മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികൾ ചുരുങ്ങിയത് 30 സീറ്റുകളിലെങ്കിലും പാർട്ടിയുടെ അഡ്രസ് പോലും ഇല്ലാതാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്ക് ഒട്ടും സ്വീകാര്യതയില്ലാത്തവരും ഗ്രൂപ്പിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ സ്ഥാനാർത്ഥികളായി മാറുന്നു. പലർക്കും പരാജയം ഉറപ്പാണെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്തെ ചില ലാഭങ്ങളിലാണ് നോട്ടം. ജനസമ്മതി തീരെ കുറവായിട്ടും സ്ഥാനാർത്ഥി കുപ്പായം ലഭിക്കുന്നതിൽ പ്രമുഖ നേതാക്കളുടെ പ്രീതിയും അവർക്ക് അനുകൂലമാകുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് 2-3 സീറ്റുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥിരം സ്ഥാനാർത്ഥികൾ കെട്ടിയിറക്കപ്പെടാറുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് ഇവരെ പലരും കാണാറ് പോലുമുള്ളത്. അല്ലാത്തപ്പോഴൊക്കെ ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇത്തരം സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വരുന്നതിൽ പ്രവർത്തകർക്കും വലിയ തോതിലുള്ള അമർഷമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ദേശീയ നേതൃത്വം പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുന്നതിന് മുൻപ് സംസ്ഥാനത്തൊരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച് സർവേകൾ നടത്തിയതായും അറിയുന്നു. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി ചെറുപ്പക്കാരും സ്ത്രീകളും പുതുമുഖങ്ങളും നിൽക്കുമ്പോഴാണ് സ്ഥിരം സ്ഥാനാർത്ഥികൾ തോൽക്കുവാൻ വേണ്ടി മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒഴിവാക്കുവാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ഈ നീക്കം. അപ്പോഴും നേതൃത്വത്തിന് ചില ആശങ്കകളുണ്ട്. കാലങ്ങളോളം MP-യും MLA-യും കേന്ദ്രമന്ത്രിയുമായിട്ടും ഒരു തവണ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിലാണ് KV തോമസ് കോൺഗ്രസ് വിടുന്നത്. അത്തരത്തിൽ ആരെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വിട്ടാൽ അതുണ്ടാക്കുന്ന ക്ഷീണവും ചെറുതല്ലെന്ന് നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് നേതൃത്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അതേസമയം സർക്കാരിനെതിരെ ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കം വീണ്ടും തുടർഭരണത്തിന് വഴിയൊരുക്കുവാനാണ് സാധ്യത. വിലക്കയറ്റവും ക്ഷേമ പദ്ധതികളുടെ അഭാവവും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കോടതികൾ പോലും സർക്കാരിനെ വലിയ തോതിൽ പല ഘട്ടങ്ങളിലും വിമർശിച്ചിട്ടുണ്ട്. CPM സമ്മേളനങ്ങൾ പോലും സർക്കാരിനെതിരെ മോശം വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. CPM അണികളും കടുത്ത നിരാശയിൽ തന്നെയാണ്. എന്നാൽ സാഹചര്യം ഇതൊക്കെയാണെങ്കിലും തിരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ പിണക്കങ്ങളും അധികാരത്തിനു വേണ്ടിയുള്ള യുദ്ധങ്ങളും വീണ്ടും ഇടതിന്റെ തുടർഭരണത്തിന് കളമൊരുക്കുകയാണ്. മുഖ്യമന്ത്രി പദം മുന്നിൽ കണ്ട് ഇപ്പോഴേ കോൺഗ്രസിൽ അടി തുടങ്ങിക്കഴിഞ്ഞു. സാമുദായിക ശക്തികളെ കൂട്ടുപിടിച്ച് ഹൈക്കമാൻഡിനെ സമ്മർദ്ദത്തിലാക്കാനാണ് നിലവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നത്. NSS-നെയും SNDP-യെയും ഒപ്പം നിർത്തിയുള്ള നീക്കമാണ് രമേശ് ചെന്നിത്തല നടത്തുന്നത്. 2026-ൽ UDF-ന് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊന്നും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശൻ തട്ടിയെടുത്തതുപോലെ മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടു പോകരുതെന്നത് ഇപ്പോൾ ചെന്നിത്തലയുടെ വാശി കൂടിയാണ്. അതിനുള്ള കരുക്കളാണ് അദ്ദേഹം നീക്കിക്കൊണ്ടിരിക്കുന്നത്. 2026 കഴിഞ്ഞാൽ പിന്നെ തനിക്കൊരു അവസരം ഇല്ലെന്ന യാഥാർത്ഥ്യവും രമേശ് ചെന്നിത്തല മനസ്സിലാക്കുന്നുണ്ട്. കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവായിരുന്ന നേതാക്കളെല്ലാം പിന്നീട് മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്. ആ ചരിത്രമാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ ചെന്നിത്തലയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനും ആഗ്രഹിക്കുന്നത്. സതീശന് മുൻപ് പ്രതിപക്ഷ നേതാവായ ആളെന്ന നിലയിലും സീനിയർ നേതാവാണെന്ന പരിഗണനയും തനിക്ക് ലഭിക്കണമെന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ആഗ്രഹം. ഈ ആഗ്രഹം യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളും ചെന്നിത്തല ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സതീശനും സാമുദായിക സംഘടനകളെ ചേർത്തു നിർത്തുവാൻ ശ്രമിക്കുന്നുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഗമമായ മാരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. 135 വർഷമായി മാരാമൺ കൺവെൻഷൻ നടക്കുന്നുണ്ട്. ഇതിൽ പ്രസംഗിക്കാനായി ഇതുവരെ ക്ഷണിക്കപ്പെട്ട നേതാക്കൾ 2 പേർ മാത്രമാണ്. അതിലൊന്ന് C അച്യുതമേനോനാണ്. 1974-ൽ മുഖ്യമന്ത്രിയായിരിക്കെയായിരുന്നു അദ്ദേഹം മാരാമൺ കൺവെൻഷനിൽ പ്രസംഗിച്ചിരുന്നത്. A ഗ്രൂപ്പിലെയും I ഗ്രൂപ്പിലെയും യുവ നേതാക്കളെ ഉൾപ്പെടെ ഒപ്പം നിർത്താൻ സതീശന് കഴിഞ്ഞിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിനും KPCC അധ്യക്ഷൻ എന്ന നിലയിൽ K സുധാകരനും സംഘടനയിൽ സ്വാധീനമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അനാഥമായ A ഗ്രൂപ്പിനെ ശക്തമാക്കുവാനുള്ള ശ്രമങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഗ്രൂപ്പുകളുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൂടിയായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. തിരഞ്ഞെടുപ്പിന് 1.25 വർഷം ബാക്കി നിൽക്കെ ഇതാണ് UDF-ലെ സ്ഥിതിയെങ്കിൽ തിരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴും സീറ്റ് നിർണയത്തിലും എന്താകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ചൂണ്ടിക്കാട്ടുന്നത്.